السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്തത് മുഹ്രിമായിരിക്കുന്ന ആൾക്ക് പല കാര്യങ്ങളും പാടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഈ ഹറാം അല്ലെങ്കിൽ ഇഹ്റാം എന്നൊക്കെ പറയുന്നത് ഒരേ വാക്കാണ്. പരിശുദ്ധമായത് ഹറം, ഹറാം നിരോധിക്കപ്പെട്ടത്, ഇതൊക്കെയാണ് ആ വാക്കുകളിൽ. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പാടില്ല. പല കാര്യങ്ങളും സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഹലാലായതെല്ലാം ഇയാൾക്ക് മാത്രം ഹറാമാകുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാകുന്നു വേട്ടയാടുക എന്നുള്ളത്. അപ്പോൾ മക്കയുടെ അവിടെയൊക്കെ വരുമ്പോൾ ആളുകൾ മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ വേട്ടയാടാറുണ്ട്. അപ്പോൾ അത് നിരോധിച്ചിട്ടുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും കാണൂല. നമ്മളിനി മൃഗമോ കാക്കയോ കിളിയോ എല്ലാം കാണുമായിരിക്കും, അതല്ലാതെ മൃഗങ്ങളൊന്നും കാണൂല. അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതിനെ വേട്ടയാടാൻ പാടില്ല. ചെയ്താൽ അതൊരു വലിയ കുറ്റമാണ്. അതിന് പകരമായി പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. അതിനെ പറ്റിയിട്ടുള്ള കിതാബാണ് വേട്ടയാടുന്നതിനുള്ള പ്രായശ്ചിത്തം. മുഹ്രിം ആയിട്ടുള്ള ആൾ അതല്ലെങ്കിൽ അതിന് സമാനമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളെപ്പറ്റി ജസാഉ സൈദി. മുഹ്രിം വേട്ടയാടിയാൽ അതിനുള്ള പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ കാര്യങ്ങൾ ചെയ്താൽ എന്താണ്? അല്ലാഹു തആലയുടെ വചനം, മൃഗത്തിനെ കൊല്ലരുത്, നീ ഹജ്ജിനോ ഉംറയ്ക്കോ വേണ്ടിയിട്ടുള്ള ഇഹ്റാമിൽ അല്ലെങ്കിൽ തീർത്ഥാടനത്തിലായിരിക്കുമ്പോൾ. ആരെങ്കിലും ഇനി അറിഞ്ഞുകൊണ്ട് അതിനെ കൊന്നാൽ അതിന് പ്രായശ്ചിത്തം അല്ലെങ്കിൽ പശ്ചാത്താപമായിട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് തിന്നാവുന്ന ഒരു മൃഗത്തിനെ അറുക്കുക എന്നുള്ളതാകുന്നു. അതായത് ആട്, ചെമ്മരിയാട്, പശു ഇങ്ങനെയുള്ള ഒന്നിനെ അറക്കുക. തിന്നാവുന്ന മൃഗത്തിനെ അവിടെ അറക്കുക. കഅബയിലേക്ക് എന്തിനാണോ കൊണ്ടുവന്നിരിക്കുന്നത് അതിനെ, എന്തിനെയാണോ കൊന്നത് അതിന് തത്തുല്യമായിട്ടായിരിക്കുകയും വേണം. ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുക, ആരിലേക്കാണോ നിങ്ങളെയൊക്കെ തിരിച്ച് കൊണ്ടു ചെല്ലുന്നത് അല്ലെങ്കിൽ മടക്കുന്നത്. 5-ാമത്തെ സൂറത്ത് 95-96 ആയത്തുകൾ. ബാബു ഖൗലില്ലാഹി തആല ലാ തഖ്തുലുസ് സ്വൈദ വഅൻതും ഹുറും വമൻ ഖതലഹു മിൻകും മുതഅമ്മിദൻ ഫജസാഉം മിസ്ലു മാ ഖതല മിനൻ നഅം ഇലാ ഖൗലിഹി വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. അൽ മാഇദ 95-96. ഇഹ്റാമിൽ ഇല്ലാത്ത ഒരാൾ വേട്ടയാടിയാൽ ഒരു മൃഗത്തിനെ, എന്നിട്ട് അതിനെ ഒരു ഇഹ്റാമിലുള്ള ആൾക്ക് ദാനമായി കൊടുക്കുന്നു അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇഹ്റാമിലുള്ള ആൾക്ക് അത് തിന്നാൻ അനുവദനീയം ആണ്. ഇദാ സ്വാദൽ ഹലാലു ഫാഹിദ ലിൽ മുഹ്രിമി അസ്വൈദ അക്കലഹു. ഇബ്നു അബ്ബാസും അനസും പറയുന്നു, അവിടുത്തെ വേട്ടയാടുന്ന കാട്ടുമൃഗമല്ലാത്തതിനെ ഒക്കെ അറക്കുന്നതിൽ മുഹ്രിമിന് കുറ്റമൊന്നുമില്ല എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. അതായത് ഒട്ടകം, ആട്, പശു, കോഴി, കുതിര, ഇതിനെ ഇഹ്റാമിലിരിക്കുന്ന ആൾ മുഹ്രിമിന് അറക്കാം. വലം യറ ഇബ്നു അബ്ബാസുൻ വഅനസുൻ ബിദ്ദബ്ഹി ബഅസൻ വഹുവ ഫീ ഗൈരി സ്വൈദി നഹ്വൽ ഇബ്ലി വൽ ഗനമി വൽ ബഖരി വദ്ദജാജി വൽ ഖൈലി. അബ്ദുല്ലാഹ് ഇബ്നു അബൂ ഖതാദ വിശദീകരിക്കുന്നു, എൻ്റെ പിതാവ് മക്കയിലേക്ക് പോയി. അൽ ഹുദൈബിയ കൊല്ലമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും, അതായത് സ്വഹാബാക്കൾ ഇഹ്റാം കെട്ടി, അദ്ദേഹം കെട്ടിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിവ് കിട്ടി, അല്ലെങ്കിൽ ആരോ എന്ന് പറഞ്ഞു, ശത്രുക്കൾ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് പോയി. എൻ്റെ പിതാവും ആ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കുറച്ച് പേര് അവർക്കിടയിൽ തന്നെ ചിരിച്ചു. കാട്ടുകഴുത, അപ്പോൾ ഇറാനിലും ഒക്കെ ഉള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരുതരം കാട്ടുകഴുതയാണ് അവർ കണ്ടത്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ അവർ ചിരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇഹ്റാമിലാണ്, അവർക്ക് വേട്ടയാടാൻ പാടില്ല. അവൻ്റെ ഭാഗ്യം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ തമാശ പറഞ്ഞിരിക്കുന്നത് പോലെ സഹാബാക്കൾ ചിരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇതിനെ കണ്ടു, ഈ കാട്ടുകഴുതയെ. ഞാൻ അതിനെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിച്ച് കുത്തി വെട്ടി വീഴ്ത്തി അതിനെ പിടിച്ചെടുത്തു. എൻ്റെ സഹാബാക്കളോട് അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ സഹായം ചോദിച്ചു, അറക്കാനും തൊലി പൊളിക്കാനും അറുത്തെടുക്കാനും ഒക്കെ ആയിരിക്കും. അവരെല്ലാവരും പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം അവർ ഇഹ്റാമിലായതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് എല്ലാവരും അത് ആഹാരം ഭക്ഷിച്ചു. അവർക്ക് അറക്കാൻ കൂടിയില്ല, അല്ലെങ്കിൽ നുറുക്കാൻ കൂടിയില്ല, അല്ലെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കാൻ കൂടിയില്ല, കാരണം അത് അവർക്ക് ഹറാമാകുന്നു. ഞങ്ങൾ പേടിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങൾ കൂട്ടം തെറ്റി ഒരുപാട് പുറകിലായി പോകുമോ എന്ന്. അങ്ങനെ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ച് ചെന്നു. ഞാൻ എൻ്റെ കുതിരയെ ഫുൾ സ്പീഡിൽ, പറന്നു പോകുന്ന സ്പീഡിലാണ് ഓടിച്ചത്.
മിക്കപ്പോഴും. ചില സമയങ്ങളിൽ ഞാൻ സാധാരണ സ്പീഡിൽ പതുക്കെ ഓടിച്ചു, റെസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പറ്റുമ്പോഴൊക്കെ വേഗത്തിൽ ഓടിച്ചു. എന്നിട്ട് ഞാനൊരു ഗോത്രവർഗ്ഗക്കാരൻ ബനി ഗഫാറിൽ നിന്നുള്ള ഒരാളെ രാത്രിയിൽ കണ്ടു, നട്ടപ്പാതിരയ്ക്ക്. ഞാൻ അവനോട് ചോദിച്ചു, നീ എവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടേ എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനെ താഹൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ് വിട്ടത്. അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് തങ്ങാനുള്ള പ്ലാനുണ്ട് അസുഖിയ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഏകദേശം വഴിയൊക്കെ മനസ്സിലായി എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഇവർക്ക് പോകാൻ എളുപ്പമായി. ഞാനങ്ങനെ കാൽപ്പാടുകൾ, മൃഗങ്ങളുടെ കാൽപ്പാടുകൾ ഉണ്ടാവും, അത് പിന്തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം എത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, താങ്കളുടെ ആളുകൾ അല്ലെങ്കിൽ സഹാബാക്കൾ ആശംസകൾ അറിയിക്കുന്നു, സലാം ചെല്ലുന്നു എന്നൊക്കെ ആയിരിക്കും. പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം തങ്ങളുടെ മേലിലും ചോദിക്കുന്നു. നമ്മൾ സലാത്തും സലാമും റഹ്മത്തും ഒക്കെ ചെല്ലുന്നത് റസൂലിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അവർ പേടിക്കുന്നു, അവരെ പുറകിൽ ആയി പോകുമോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമോ താങ്കളുടെ കൂട്ടത്തിൽ നിന്ന് എന്ന്. അതുകൊണ്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കാമോ? ഞാൻ കൂട്ടിച്ചേർത്തു, അല്ലയോ അല്ലാഹുവിൻ്റെ റസൂലേ, ഞാനൊരു കാട്ടുകഴുതയെ വേട്ടയാടി, എൻ്റെ കയ്യിൽ കുറച്ച് അതിൻ്റെ ബാക്കി ഇറച്ചി ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു, അതിനെ തിന്നോളാൻ, അത് കഴിക്കാം എന്ന് പറഞ്ഞു. എല്ലാവരും ഇഹ്റാമിൽ ആയിരുന്നു. വിശദീകരണത്തിൽ പറയുന്നു, അവർ ഇഹ്റാമിലായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ മുഹ്രിം ആയിരുന്നത് കൊണ്ട് അബൂ ഖതാദ ചെയ്ത പരിപാടികളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അബൂ ഖതാദ പെട്ടെന്ന് പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയത്, ഒന്ന് ആളുകൾ എത്തട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടും, മറ്റൊന്ന് ഈ ഇറച്ചി തിന്നുന്നുണ്ട്, കുറേ പേര് തിന്നു, കുറച്ച് ബാക്കിയുണ്ട്, ഇത് തിന്നുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്, അതിൻ്റെ മതനിയമം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത് എന്നും പറയുന്നു. കാരണം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സഹാബാക്കൾ അത് തിന്നാൻ നിരസിച്ചു, തിന്നാൻ സമ്മതിച്ചില്ല, കുറച്ച് പേര് തിന്നു. അപ്പോൾ അങ്ങനെ ഒരു തർക്കവും വന്നതുകൊണ്ടാണ് അദ്ദേഹം ഓടിപ്പോയി റസൂലിനെ കണ്ടത്. عن عبد الله بن أبي قتادة قال انطلق أبي عام الحديبية فأحرم أصحابه ولم يحرم وحدث النبي صلى الله عليه وسلم أن عدوا يغزوه بعيقة فانطلق النبي صلى الله عليه وسلم فبين أبي مع صحابه يضحك بعضهم إلى بعض فنظرت فإذا أنا بحمار وحش فحملت عليه فطعنته فأثبته واستعنت بهم فأبوا أن يعينوني فأكلنا من لحمه وخشينا أن نقتطع فطلبت النبي صلى الله عليه وسلم أرفع فرسي شأوا وأسير شأوا فلقيت رجلا من بني غفار في جوف الليل قلت أين تركت النبي صلى الله عليه وسلم قال تركته بطرح وهو قائل السقيا فقلت يا رسول الله إن أهلك يقرؤون لك السلام ورحمة الله إنهم قد خشوا أن يقتطعوا دونك فانتظرهم قلت يا رسول الله أصبت حمار وحش وعندي منه فاضلة فقال لقومي كلوا وهم محرمون. ഇഹ്റാമിലുള്ളവർ അല്ലെങ്കിൽ മുഹ്രിം ഒരു മൃഗത്തിനെ കണ്ടു, വേട്ടമൃഗത്തിനെ, എന്നിട്ട് ചിരിച്ചു. മുഹ്രിം അല്ലാത്ത ഒരാൾ അവരെ ചിരി എന്തിനായിരുന്നു എന്ന് മനസ്സിലാക്കി. പക്ഷേ അവരുടെ ചിരി അത് ഒരു അടയാളമായിട്ട് മുഹ്രിമിലല്ലാത്ത ആൾ കാണരുത് എന്നാണ് പറയുന്നത്. അതായത് അവർ ചിരിച്ചപ്പോൾ ഞങ്ങൾക്ക് പറ്റുള്ള നീ പോയി ചെല്ല് എന്നുള്ള രീതിയിലല്ല, അതുകൊണ്ട് അവർക്കത് തിന്നാം. അതായത് അവർ പറഞ്ഞു വിട്ട് ഇടാതെ അവിടെ വരണുണ്ട്, ഞങ്ങൾക്ക് വേട്ടയിടാൻ പറ്റില്ല, നീ പോയി വേട്ടയായിട്ട് പിടിക്കും, നമുക്ക് തിന്നാം, അങ്ങനെ ഒരു ഉദ്ദേശം അവിടെ ഇല്ലായിരുന്നു. അവർ ചിരിച്ചത് മൃഗത്തിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ നീ വന്ന് നിൽക്കുന്നു മുമ്പിൽ മട്ടൻ ബിരിയാണി, നമുക്ക് പക്ഷേ തിന്നാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അവരെന്തോ തമാശയ്ക്ക് ചിരിച്ചു. അപ്പോൾ അത് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. പക്ഷേ അയാളോട് ദ്വയാർത്ഥം വെച്ച് പറയുകയായിരുന്നില്ല നീ പോയി പിടിച്ചുകൊണ്ട് പോവാ എന്ന്. അങ്ങനെയാണെങ്കിൽ അവർക്ക് തിന്നാം എന്നാണ് പറയുന്നത്. ഇദാ റഅൽ മുഹ്രിമൂന സ്വൈദൻ ഫദഹികു ഫഫതിനൽ ഹലലു. അബ്ദുല്ലാഹിബ്ന് അബൂ ഖതാദ വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞതായിട്ട്, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര തിരിച്ചു. അൽ ഹുദൈബിയ കൊല്ലം ആയിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ സഹാബാക്കൾ എല്ലാവരും ഇഹ്റാമിൽ ആയിരുന്നു, ഞാൻ ഒഴികെ. ഞങ്ങളോട് അറിയിക്കപ്പെട്ടു ഏതോ ശത്രുക്കൾ ഗൈഖ എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ട് എന്നും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങളുടെ സഹാബാക്കളെല്ലാവരും അവിടെ പോകുന്ന വഴിക്ക് ഒരു മൃഗത്തിനെ അല്ലെങ്കിൽ ഒരു കാട്ടുകഴുതയെ കണ്ടു. കുറച്ച് പേര് ചിരിക്കാൻ തുടങ്ങി അവർ തമ്മിൽ. ഞാനപ്പോൾ ചിരിക്കണ എന്നാന്നൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ മൃഗത്തിനെ കണ്ടു. ഞാൻ എൻ്റെ കുതിരപ്പുറത്ത് ഓടിച്ച് അതിനെ കുത്തി വീഴ്ത്തി പിടിച്ചുകൊണ്ട് വന്നു. അവരിൽ കുറച്ച് പേര് എന്നെ സഹായിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ അവർ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ഒറ്റയ്ക്ക് അറുത്ത് ഒറ്റയ്ക്ക് തൊലി പൊളിച്ച് നുറുക്കി ഇറച്ചി ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും അതിൽ നിന്നും തിന്നു. എന്നിട്ട് ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചു പോയി, അല്ലെങ്കിൽ നേരെ പിന്തുടർന്നു.
പിന്തുടർന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പുറകിലായി പോകുമായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ കുതിരയെ വളരെ സ്പീഡിൽ ഓടിച്ചു, ചിലപ്പോഴൊക്കെ സാധാരണ പോലെ ഓടിച്ചു. വഴിയിൽ ഞാൻ ബനി ഗിഫാർ ഗോത്രത്തിൽ നിന്നുള്ള ഒരാളെ നട്ടപ്പാതിരിക്ക് കണ്ടു. ഞാൻ അവനോട് ചോദിച്ചു, നീ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് വിട്ടത്, അല്ലെങ്കിൽ എവിടെ വെച്ചാണ് നീ ലാസ്റ്റ് അദ്ദേഹത്തിനെ കണ്ടത്? ആ ആൾ മറുപടി പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഹൂൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വിട്ടത്. എന്നിട്ട് അദ്ദേഹം മിക്കവാറും അസുഖിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് തമ്പടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതാണ് അവരുടെ പ്ലാൻ, യാത്രാ പദ്ധതി. ഞാനങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നു, അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ സഹാബാക്കൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എന്നെ അയച്ചിരിക്കുന്നു താങ്കളിലേക്ക്. താങ്കൾക്ക് ആശംസകൾ അറിയിപ്പിക്കാനും സമ്മാനങ്ങൾ അയക്കാനും താങ്കൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും ചോദിക്കാനും വേണ്ടിയിട്ടാകുന്നു. അപ്പോൾ നമ്മൾ ഈ സലാം പറയുന്നത് പോലെ തന്നെ, അതായത് അലൈക്കസ്സലാമ വറഹ്മത്തുള്ളാഹ്. അവർക്കൊരു പേടിയുണ്ട്. യുദ്ധത്തിനുള്ള സമയമാണ്, 2 ഗ്രൂപ്പായി തിരിഞ്ഞുപോയി. അപ്പോൾ ഇവർക്ക് ഇടയിലാണ് അവർ ശത്രു പട്ടാളം പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അവർ കുറച്ച് പേരേ ഉള്ളൂ, അപ്പോൾ അവർ തോൽപ്പിക്കപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ ഒരു പേടി അവർക്ക് ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കുമോ? അങ്ങനെ അദ്ദേഹം അത് ചെയ്തു, കാത്തിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ഒരു മൃഗത്തിനെ വേട്ടയാടി, ഒരു കാട്ടുകഴുത. എൻ്റെ കയ്യിൽ കുറച്ച് ഇറച്ചി അതിൻ്റെ ഉണ്ട്, ബാക്കിയുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ സഹാബാക്കളോട് ആ ഇറച്ചി തിന്നാൻ പറഞ്ഞു. എല്ലാവരും പക്ഷേ ഇഹ്റാമിൽ ആയിരുന്നു. أن عبد الله بن أبي قتادة أن أباه حدثه قال انطلقنا مع النبي صلى الله عليه وسلم عام الحديبية فأحرم أصحابه ولم أحرم فأنبئنا بعدو بغيقة فتوجهنا نحوهم فبصر أصحابي بحمار وعش فجعل بعضهم يضحك إلى بعض فنظرت فرأيته فحملت عليه الفرس فطعنته فأثبته فاستعنتهم فأبوا أن يعينوني فأكلنا منه ثم لحقت برسول الله صلى الله عليه وسلم وخشينا أن نقتطع أرفع فرسي شأوا وأسير عليه شأوا فلقيت رجلا من بني غفار في جوف الليل فقلت أين تركت رسول الله صلى الله عليه وسلم فقال تركته بطاهن وهو قائل أسقيا فلحقت برسول الله صلى الله عليه وسلم حتى أتيته فقلت يا رسول الله إن أصحابك أرسلوا يقرؤون عليك السلام ورحمة الله إن أصحابك أرسلوا يقرؤون عليك السلام ورحمة الله وإنهم قد خشوا أن يقتطعهم العدو دونك فانظرهم ففعل فقلت يا رسول الله إن الصدن حامر وحش وإن عندنا منه فاضلة فقال رسول الله صلى الله عليه وسلم لأصحابه كلوا وهم محرمون. മൃഗത്തിനെ വേട്ടയാടുന്നതിന് ഇഹ്റാമിലുള്ളയാൾ ഇഹ്റാമിലില്ലാത്ത ആളെ സഹായിക്കരുത്. ലാ യുഈനുൽ മുഹ്രിമു അൽ ഹലാല ഫീ ഖത്ലി സ്വൈദി. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. ഞങ്ങൾ അൽഖാഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അത് മദീനയിൽ നിന്നും 3 തവണത്തെ യാത്ര ദൂരമായിരുന്നു. അതായത് ഒന്ന് യാത്ര ചെയ്ത് റെസ്റ്റ് എടുത്ത്, പിന്നെ യാത്ര ചെയ്ത് റെസ്റ്റ് എടുത്ത്, പിന്നെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ തമ്പടിക്കുന്നത്, നട്ടുച്ചയ്ക്കാണ് ഇവർ തമ്പടിക്കുക, രാത്രിയിൽ യാത്ര ചെയ്യും. വെയിൽ ഭയങ്കരമായിട്ടുള്ളപ്പോൾ യാത്ര ചെയ്യൂല. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കുറേ മറ്റ് റിപ്പോർട്ടർമാരും ഉണ്ട്. അവരെല്ലാവരും പറയുന്നു, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നു അൽഖാഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ഞങ്ങൾ കുറച്ച് പേര് ഇഹ്റാം കെട്ടിയിരുന്നു, കുറച്ച് പേര് കെട്ടിയിരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സഹാബാക്കൾ കൂടെ ഉണ്ടായിരുന്നവർ എന്തോ കണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നോക്കി. അപ്പോൾ ഞാനവിടെ ഒരു കാട്ടുകഴുതയെ കണ്ടു. ഞാൻ എൻ്റെ കുതിരപ്പുറത്ത് ഓടിച്ചെന്ന് കുന്തവും ചാട്ടയും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാട്ട അല്ലെങ്കിൽ കയറ് എന്തെങ്കിലും അവരുടെ കയ്യിലുള്ളത്, അത് വീണുപോയി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒന്ന് എടുത്തു തന്നേന്ന് പറഞ്ഞു, കുതിരപ്പുറത്തല്ല ഇരിക്കുന്നത്, താഴെ ഇറങ്ങണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇഹ്റാമിലാണ്, അപ്പം നിന്നെ വേട്ടയാടാൻ ഒരു രീതിയിലും സഹായിക്കില്ല. അപ്പം ഞാൻ ചാട്ട സ്വയം എടുത്തു. എന്നിട്ട് അതിനെ ഓടിച്ചിട്ട് ഒരു
ചെറിയ കുന്നിൻ്റെ പുറകിൽ വച്ച് പിടിച്ചു, അതിനെ അറുത്തു. ഞാൻ എൻ്റെ സഹാബാക്കളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. കുറച്ച് പേര് പറഞ്ഞു തിന്നോളൂ, പക്ഷേ വേറെ കുറച്ച് പേര് പറഞ്ഞു അത് തിന്നരുത് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ചെന്നു. ഞങ്ങളുടെ മുമ്പിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം ഞങ്ങളുടെ മുമ്പിലായിരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു തിന്നോളൂ, അത് ഹലാലാണ്. സമയ അബാ ഖതാദ ഖാല കുന്ന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഖാഹത്തി മിനൽ മദീനത്തി അലാ സലാസിൻ وحدثنا علي بن عبد الله حدثنا سفيان حدثنا صالح بن كيسان عن أبي محمد عن أبي قتادة رضي الله عنه قال كنا مع النبي صلى الله عليه وسلم بالقاحة ومنا المحرم ومنا غير المحرم فرأيت أصحابي يتراءون شيئا فنظرت فإذا حمار وحش يعني وقع صوته فقالوا لا نعينك عليه بشيء إنا محرمون فتناولته فأخذته ثم أتيت الحمار من وراء أكمة فأقرته فأتيت به أصحابي فقال بعضهم كلوا وقال بعضهم لا تأكلوا فأتيت النبي صلى الله عليه وسلم وهو أمامنا فسألته فقال كلوه حلال. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.